എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. വളരെ അത്ഭുതം ജനിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ നിങ്ങൾ ഒരു പക്ഷേ ആഗ്രഹിക്കുന്ന ഒരു ക്യാപ്ഷനായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ നിങ്ങൾ ഇനിയും കണ്ടുമുട്ടിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടുകയും ഒരുപാട് പേരുമായി സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് അവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുകയും നമ്മളെ സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ അനവധിയുണ്ട്. കണ്ടുമുട്ടുന്നതിന് മുൻപ് നമുക്ക് അവരെക്കുറിച്ച് യാതൊരു അറിയിപ്പും ഇല്ലാത്തവരാണ് പിന്നീട് മരണം വരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊപ്പം നിൽക്കുകയും നമ്മളോട് സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത ആളായിട്ട് നാം ഇനിയും കാണാത്ത ഒരാൾ മാറും എന്നുള്ള അത്ഭുതം, ആ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതിനകം തന്നെ ആരുമല്ലാത്ത ആളുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുൻപ് ഭാഗമായി മാറിയ ഒരു ചരിത്രം നോക്കിയാൽ മതി. ചിലപ്പോൾ ഒരു മാത്ര കണ്ട ആൾ, അല്ലെങ്കിൽ ഒരു 2 വർഷം മുൻപ് നമുക്ക് യാതൊരു അറിവ് ഇങ്ങനെ ഒരാൾ ഭൂമിയിലുണ്ടോ എന്ന് പോലും അറിവില്ലാത്ത ഒരാൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി. പിന്നെ ആ ആളെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ജീവിതം പോകുന്നത്. ആ ആളില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ വെറുതെ ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതിനു മുമ്പ് ഈ വ്യക്തി എവിടെയായിരുന്നോ? അങ്ങനെയാണ് ജീവിതം. ജീവിതത്തിൽ നമ്മൾ ഇനിയും കണ്ടുമുട്ടാത്ത എത്രയോ പേർ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമായി മാറും. ശത്രുക്കളുണ്ടാവാം, അതിൽ മിത്രങ്ങളുണ്ടാകാം, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാകാം. നമ്മളെ സ്നേഹിക്കുന്നവരിൽ നമ്മൾ ഇനിയും കണ്ടുമുട്ടാനുള്ളൊരു വ്യക്തി എങ്ങനെയായിരിക്കും? നിങ്ങളിപ്പോൾ പ്രണയമുള്ളവരുണ്ടാവും ഓൾറെഡി. അവരെ തന്നെ നിങ്ങൾ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അവരെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അവരാരെന്നോ എന്താണെന്നോ അറിയണ്ടായിരുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പഠിക്കുവാനായി പോയപ്പോൾ അവിടുത്തെ സഹപാഠിയായിട്ടുള്ളൊരു വ്യക്തി, ജോലിസ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നൊരു വ്യക്തി, നിങ്ങൾ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കുകയോ അങ്ങനെ എത്തിപ്പെടുകയോ ചെയ്തപ്പോൾ അവിടെ കണ്ട വ്യക്തി, നിങ്ങളുമായി ബന്ധമുള്ള ഒരാളുമായി അറിയാവുന്ന അയാളുടെ സ്ഥലത്തുള്ള വ്യക്തി, ആ വ്യക്തിയുടെ വീടിൻ്റെ അടുത്തുള്ള വ്യക്തി, ആ വ്യക്തിയുമായി എന്തെങ്കിലും അറിവിലുള്ള വ്യക്തി, ടെലിഫോണിലൂടെ അറിയാതെ ഒരു കോൾ വന്നപ്പോൾ കിട്ടിയൊരു നമ്പർ, അങ്ങനെ എത്രയെത്ര സാധ്യതകളിലൂടെയായിരിക്കും ബന്ധങ്ങൾ വളരുക. എത്രയോ ബന്ധങ്ങൾ നമ്മൾ അവഗണിക്കുന്നു. അങ്ങനെ വന്ന ബന്ധങ്ങളിൽ ഒന്ന് മാത്രം നമ്മളുടെ ഹൃദയത്തിലേക്ക് തട്ടുന്നു. അതിൽ സത്യമുണ്ടായിരിക്കുന്നതുണ്ടാവാം, ചതിയുള്ളതുണ്ടാകാം. വരുന്ന എല്ലാ ബന്ധങ്ങളും നാച്ചുറലായിട്ട് വരുന്നതാണ്, ആത്മാർത്ഥമുള്ളതാണെന്ന് പറയാൻ കഴിയില്ല. അതൊക്കെ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തും സാഹചര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തും മാത്രമേ നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ആരെങ്കിലും നമ്മൾ വഞ്ചിക്കുവാനായിട്ട് ഒരു കരുതലോടുകൂടി മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ വന്ന് ആകസ്മികമായിട്ട് പരിചയപ്പെടുന്നതൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇതിലൊക്കെ നമ്മുടെ മനസ്സ് എന്താണ് പറയുന്നത്? ഏത് സാഹചര്യത്തിലേക്കാണ് പോകുന്നത്? വരുന്ന ആൾ നല്ലതായിരിക്കുമോ ചീത്തയായിരിക്കുമോ? നിങ്ങളെ സ്നേഹിക്കുമോ? നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ? അതോ വീണ്ടും അധോഗതിയാകുമോ? അല്ലെങ്കിൽ വിജയങ്ങൾ കൈവരിച്ച് കീർത്തി കൈവരിച്ച് ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് ചേക്കേറാൻ കഴിയുമോ? നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരാളായിരിക്കും. അങ്ങനെ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ആശങ്കകളും നിറഞ്ഞതാണ് ജീവിതം. നിങ്ങൾക്ക് വരാനിരിക്കുന്ന വ്യക്തി എങ്ങനെയുള്ളതായിരിക്കും? നിങ്ങൾക്ക് വരാനിരിക്കുന്ന വ്യക്തി ഏതിഷ്ടമുള്ള വ്യക്തിയായിരിക്കും? നമുക്ക് നോക്കാം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. അതിലൊന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതാണ് നമുക്കെപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് സങ്കീർണതകളിലാണ്. നാളെ എന്തെന്ന് നമുക്കറിയില്ല, ആർക്കും അറിയില്ല. ഈ പറയുന്ന ആർക്കും, ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു, ഞാൻ നാളത്തെ കാര്യം അറിയാവുന്ന ഒരാളാണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് പച്ചക്കള്ളമാണ്. ആർക്കും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഞാനും നിങ്ങളും ഒക്കെ മനുഷ്യരാണ്. എനിക്കത് കഴിയും, നിങ്ങൾക്ക് ഇത് കഴിയുന്നു, അങ്ങനെ ഒരു സംഭവം ഇല്ല. നിങ്ങൾക്കറിയാതെ ഇതൊക്കെ മനസ്സിൻ്റെ ഒരു വായനയാണ്. മനസ്സ് വായിക്കുകയാണ്. ഓരോ ഫയലുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ചില
പോക്കുകൾ ഇങ്ങനെ നമ്മൾ അറിയുന്നതാണ്. ഓരോ ഫയലുകളും വ്യത്യസ്തമായ ഫയലുകളാണ്. ഓരോ ഫയലുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ആ ഫയലുകളുടെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ഒരു നിഗമനത്തിലെത്തുകയും ചെയ്യുന്നു. ഇന്ന ഫയലുകൾ സ്വീകരിക്കുന്നവർക്ക് ഇങ്ങനൊരു ട്രെൻഡ് ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകും. അതിലെന്തെങ്കിലും ഒരു കാരണങ്ങൾ കണ്ടെത്തുകയാണ്. അതനുസരിച്ച് അത് ശരിയാകുകയോ തെറ്റാകുകയൊക്കെ ചെയ്യാം, അത് സ്വാഭാവികമാണ്. ഇത് നിങ്ങളുടെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി നിറക്കുകയാണ്. നിങ്ങൾ ലോകത്ത് എവിടെ നിന്ന് ഈ വീഡിയോ, നമ്മുടെ ഈ ചാനലിൽ എല്ലാ വീഡിയോ ആയാലും ശരി കേൾക്കുമ്പോൾ നിങ്ങൾ വഴിതെറ്റിക്കാനല്ല, നിങ്ങളെ കൺഫ്യൂഷനാക്കാനല്ല, നിങ്ങളുടെ മനസ്സിനൊരു കരുത്ത് നൽകാനാണ്. ആ കരുത്തിലൂടെ നിങ്ങൾ മുന്നേറട്ടെ. കാരണം ഈ ലോകത്ത് പ്രതീക്ഷ അറ്റ ആരും ജീവിക്കരുത്. പ്രതീക്ഷ ഉണ്ടാവണം, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണം, സംരക്ഷിക്കപ്പെടണം, ദുരിതങ്ങളിൽ നിന്ന് കരകയറണം. ദുരിതങ്ങളിൽ അകപ്പെട്ട് മനസ്സ് മരവിച്ച് നമ്മൾ ലോകത്തു നിന്ന് ഒരിക്കലും പോകരുത്. നമ്മൾ പോകുമ്പോൾ സംതൃപ്തമായി പോകണം. ജീവിക്കുമ്പോഴും നമ്മളിനി കടന്നു പോകുമ്പോഴും സംതൃപ്തിയുള്ളൊരു മനസ്സുമായിട്ട് പോകണം. അതിനേക്കാൾ വലിയ നേട്ടമില്ല. എല്ലാം തകർന്നോട്ടെ, ഭൗതികതയും അല്ലെങ്കിൽ ഇവിടുത്തെ നേട്ടങ്ങളും അധികാരങ്ങളും ഇവിടെ നമ്മളെല്ലാവരും ചിലപ്പോൾ അവഗണിച്ചോട്ടെ. പക്ഷെ നമ്മുടെ മനസ്സ് നമുക്കൊപ്പം ഉണ്ടെങ്കിൽ ഈ ലോകം നമുക്ക് പിറകെ വരും. ഗ്യാരണ്ടിയാണ്, ഒരു സംശയമില്ല. നിങ്ങൾക്കതിൽ ആശങ്കയും വേണ്ട. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഇല തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് വേഗം പോകാം. നമുക്ക് സമയം കളയണ്ട. നിങ്ങളുടെ വ്യക്തി വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയാണ്. ജീവിതത്തിൻ്റെ 4 വശങ്ങളിൽ നിന്നും ജീവിതത്തെ പഠിച്ചൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് വരാനിരിക്കുന്നൊരു വ്യക്തി ജീവിതത്തിൻ്റെ 4 വശങ്ങളിൽ നിന്ന് ജീവിതത്തെ മനസ്സിലാക്കിയൊരു വ്യക്തിയായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തി ഇതിനകം തന്നെ വന്നിരിക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് കാണാം. കണ്ടുമുട്ടാനിരിക്കുന്നതാകാം, നിങ്ങൾ കണ്ടുമുട്ടിയതാകാം. കാരണം പലരുടെയും ജീവിതം ഒരേ ദിശയിലല്ല. ചിലത് കണ്ടുമുട്ടിയിട്ടുണ്ടാവും നിങ്ങൾ ആ വ്യക്തിയെ, ചിലത് കണ്ടുമുട്ടാനിരിക്കുന്നു. ഏതായാലും 4 വശങ്ങളിൽ നിന്ന് ജീവിതത്തെ പഠിച്ചൊരു വ്യക്തി. സ്നേഹമാണ് 4 വശങ്ങളിലേക്ക് നൽകുന്നത്. അതായത് ഈ ലോകത്തോട് സൗമ്യഭാവം കാണിക്കുന്നൊരു വ്യക്തി. ഈ ലോകത്തോട് ആരോടും പരിഭവമില്ലാതെ തൻ്റെ ജീവിതത്തിൽ തൃപ്തിപ്പെട്ട്, തനിക്ക് ഈശ്വരൻ നൽകിയതിൽ തൃപ്തിപ്പെട്ട് ഈ ലോകത്ത് എവിടെ ചെന്നാലും ആ ആൾക്ക് ഒരു അത്യാഗ്രഹമില്ല. ഓ, അയാൾക്കതുണ്ട്, എനിക്കിത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം. ഇല്ലില്ല, ഒന്നുമില്ല. ഹൃദയത്തെ കൃത്യമായി വച്ചിരിക്കുകയാണ്. എല്ലാവരോടും സ്നേഹം മാത്രം. എല്ലാവരും ആ വ്യക്തിക്ക് പ്രധാനപ്പെട്ടതാണ്. എല്ലാവരുടെയും ഹൃദയം ആ വ്യക്തി കീഴടക്കും. അതുപോലെ നിങ്ങളുടെ ഹൃദയവും കീഴടക്കി ആർക്കും ഒരു അലോസരം ഉണ്ടാക്കാതെ തൻ്റെ ജീവിത ദൗത്യവുമായി ജീവിതത്തിൽ മുന്നോട്ട് പോവുക. ചില വ്യക്തികൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. ഒന്നുമില്ലായ്മ ഉണ്ടാകും. ചിലപ്പോൾ ഒരു കൂലിപ്പണിക്കാരനാകാം, ചിലപ്പോൾ ഒരു സാധാരണക്കാരാകാം, ചിലപ്പോൾ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ പെരുമാറ്റം കൊണ്ട് നമ്മളെ ചിലർ ആകർഷിക്കുന്നു. ഇയാൾക്ക് എങ്ങനെ, അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു, ഇത്രയൊക്കെ സ്വത്തുണ്ടായിട്ടും ഒരു സാധാരണ വ്യക്തിയെ പോലെ പെരുമാറുന്നു, അഹങ്കാരമില്ലാതെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഈ ഒന്നാമത്തെ പലുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ഇവർക്ക് സന്തോഷിക്കാൻ വേണ്ടി ഒരു ലോകം കീഴടക്കണമെന്നില്ല. ഒരു ചെറിയ പുഞ്ചിരി നിങ്ങൾ നൽകിയാലും അവരതിൽ തൃപ്തിപ്പെടും. ഈ ലോകത്തോട് മുഴുവൻ ഒരു പരിഭവമില്ല. ആരുടെയും കുറ്റം അനാവശ്യമായിട്ട് പറയുകയോ അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് മുദ്ര കുത്തുകയോ ചെയ്യുന്നില്ല. ആരോടും അസൂയയില്ല, എല്ലാവരോടും സ്നേഹം മാത്രം. ആര് വന്നാലും തുറന്ന ഹൃദയവും തുറന്ന സംസാരവും ആത്മാർത്ഥമുള്ള സമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് വന്നതും അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കാം. കാരണം ജീവിതം പലരുടെയും പല ഘട്ടത്തിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ വ്യക്തി, വരുന്നതോ വരാനിരിക്കുന്നതോ ആയ വ്യക്തി ലോകത്തിൽ സൗമ്യത കൊണ്ട്, സ്നേഹം കൊണ്ട്, നന്മ കൊണ്ട്, കാരുണ്യം കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തിയാണ്. വലിയ ദൂർത്തില്ലാത്തൊരു വ്യക്തിയാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുക. ചെറിയ ഒരു സംഖ്യയിലും ചെറിയൊരു മൂല്യത്തിലും ചെറിയൊരു സ്ഥാനത്തിലും തൃപ്തിപ്പെടുന്നൊരു വ്യക്തിയാണ്. വെപ്രാളമില്ല, ആക്രാന്തമില്ല, നേടിയെടുക്കണമെന്നുള്ള ഒരു ത്വരയൊന്നുമില്ല. ഈശ്വരനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നൊരു വ്യക്തി, ഒന്നിലും അമിതമായി ഭ്രമമില്ലാത്തൊരു വ്യക്തി,
അമിതമായ ആശങ്കയില്ലാത്തൊരു വ്യക്തി, വാശിയില്ലാത്തൊരു വ്യക്തി, ഒരു ഒഴുകുന്ന നദി പോലെയുള്ളൊരു ഹൃദയമുള്ളൊരു വ്യക്തി. നിങ്ങൾ നോക്കിക്കോളൂ, ഒന്നും കാത്തുവെക്കുന്ന സ്വഭാവമില്ല, ഒന്നും കാത്തുവെച്ച് നടക്കുന്ന സ്വഭാവമില്ല. വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്നൊരു വ്യക്തി, മനോഹരമായൊരു ജീവിതം, പ്രകൃതിയോടിണങ്ങിയൊരു ജീവിതം, സിമ്പിളായൊരു ജീവിതം, നൈസായിട്ടുള്ളൊരു ജീവിതം, സ്നേഹം എല്ലാവർക്കും നൽകുകയാണ്, ചിട്ടയുള്ളൊരു ജീവിതം. പലർക്കും ആദ്യ കാഴ്ചയിൽ ഇവരെ വില വെക്കാൻ തോന്നില്ലായിരിക്കും ചിലപ്പോൾ. ഇതെന്താണ് ഇങ്ങനെ ഒരു വ്യക്തി. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരും സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. എല്ലാവരുടെയും പ്രണയഭാവം ആ വ്യക്തിയിൽ പതിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരുടെയും വാത്സല്യം ആ വ്യക്തിയിൽ പതിക്കാൻ സാധ്യതയുണ്ട്. ആ വ്യക്തി വളരെ തിരക്ക് പിടിച്ച വ്യക്തിയായിരിക്കും. ലോകത്ത് എവിടെ പോയാലും വെറുതെ ഇരിക്കേണ്ടി വരില്ല. ആ വ്യക്തിയുടെ ഫോണിലേക്ക് ഒരുപാട് കോളുകൾ വരും. ആ വ്യക്തിക്ക് ഒരു പ്രതിസന്ധി വന്നാൽ ഒരുപാട് പേര് സഹായിക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അത്ഭുതം ഉണ്ടാവും. ആ വ്യക്തിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടും. ആ വ്യക്തിയെ ജനങ്ങൾ ജാതി മത വർഗഭേദമന്യേ പിന്താങ്ങുന്നത് കാണാം. സുഹൃത്തുക്കളായിട്ട് പല പ്രായത്തിലുള്ള ആളുകളുണ്ടാവാം. എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഒരു സാമൂഹിക ജീവിയാണ് പൂർണ്ണമായും. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണെന്ന് നിങ്ങൾക്കറിയാം. ആ വ്യക്തിയെ ചില അധികാരങ്ങളിലേക്ക് ആളുകൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അത് ആ വ്യക്തിക്ക് വേണ്ടിയല്ല, സമൂഹത്തിന് വേണ്ടി. നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ ഒരുപാട് പേർ വഞ്ചിക്കുകയും പറ്റിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ആ വ്യക്തിയെ. ധനം ഒരുപാട് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി ആ വ്യക്തി ചിലവഴിച്ചേക്കാം. അതിൽ ചിലത് ആ വ്യക്തിയെ ചതിക്കപ്പെടുന്ന രീതിയിലാക്കും. ചില ആളുകൾ ആ വ്യക്തിയിൽ നിന്നും മൂല്യങ്ങൾ കരസ്ഥമാക്കാം, ആ വ്യക്തിയിൽ നിന്നും കാര്യങ്ങൾ നേടാമെന്നുള്ള രീതിയിൽ ആ വ്യക്തിയെ പറ്റിക്കുവാനായിട്ട്, ആ വ്യക്തിയെ സ്വാധീനിച്ച് ചില കാര്യങ്ങൾ നേടുവാനായിട്ട് ബോധപൂർവം സമീപിക്കാം. പക്ഷെ ആ വ്യക്തി അവരോടും നല്ല സമീപനമേ സ്വീകരിക്കൂ. അല്ലാതെ നിങ്ങൾ തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തില്ല. അപ്പോൾ ആ വ്യക്തി അതിൽ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വന്ന് ഒരു സഹായം ചോദിക്കുന്ന ഒരു വ്യക്തി, അവരാരും ആയിക്കൊള്ളട്ടെ, അവരുടെ ഉദ്ദേശം ദുരുദ്ദേശമായിരിക്കും. ചിലപ്പോൾ അത് പറ്റിക്കാനായിരിക്കും. പക്ഷെ അവരുടെ മനസ്സിൽ നമ്മളെ തേടി വരാനുള്ളൊരു കാരണം, നാളെ അവരുടെ മനസ്സ് മാറിയേക്കാം. എൻ്റെ ദൗത്യം ഞാൻ നിർവഹിച്ചേക്കാം, സഹായിക്കുക എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും. പക്ഷെ ആ വ്യക്തിയുടേതായിരിക്കില്ല. ആ വ്യക്തി സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ടെങ്കിൽ ആ വ്യക്തി അത് യാഥാർത്ഥ്യമാക്കി തരും. പക്ഷെ ആ വ്യക്തിക്ക് പ്രത്യേകിച്ചൊരു സ്വപ്നമില്ല. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ആ വ്യക്തിയുടെ സ്വപ്നം. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. നിങ്ങൾ മോശമായി പെരുമാറിയാലും നന്നായി പെരുമാറിയാലും ആ വ്യക്തിയുടെ സമീപനങ്ങളിൽ വ്യത്യാസം ഉണ്ടാകില്ല. കാരണം ആ വ്യക്തി ഒരു വ്യക്തിയെ സ്നേഹിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ സഹായം അഭ്യർത്ഥിച്ച് വരുന്നവരോട് കാണിക്കുന്ന അതേ സമീപനം തന്നെ നിങ്ങളോടും കാണിക്കുക. എന്തൊക്കെ അനാവശ്യം പറഞ്ഞാലും ഉള്ളിൽ ചിലപ്പോൾ വേദന ഉണ്ടാവും. പക്ഷെ അതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടില്ല, വാശിയില്ല. നിങ്ങളോട് ഇണങ്ങി ജീവിക്കുന്നു. നിങ്ങൾ തെറ്റ് ചെയ്താൽ പറയും, അത് അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറയും. എല്ലാവരോടും സൗമ്യത, ഏറ്റവും ലളിതമായി ജീവിക്കുക. പക്ഷെ ആ വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്, തകർന്നു പോകില്ല. ഈ വലിയ മാടാകോടിയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒരു തകർച്ചയുടെ ഒരു പാത ഇതാവും, തീർന്നു പോകും. ആ വ്യക്തിയുടെ സമ്പാദ്യം ഒരിക്കലും തീർന്നു പോകില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രാജകീയ ജീവിതമാണോ? അല്ല, സിമ്പിളായിട്ട് ദീർഘകാലം ജീവിക്കും. എല്ലാത്തിനും പിടിച്ചു നിൽക്കും. ആരൊക്കെ പണി കൊടുക്കാൻ വന്നാലും, ആരൊക്കെ വെല്ലുവിളിക്കാൻ വന്നാലും, വെല്ലുവിളിക്കുന്നവൻ്റെ ജീവിതം അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നവളുടെ ജീവിതം നഷ്ടപ്പെടുമെന്നല്ലാതെ ആ വ്യക്തി ഇങ്ങനെ തന്നെ നിൽക്കും. വെയിലും മഴയും കാറ്റും കൊടുങ്കാറ്റും മഞ്ഞും ശിശിരവും വസന്തവും ഗ്രീഷ്മവും എല്ലാം തരണം ചെയ്ത് ആ വ്യക്തി നിൽക്കും. കാലാവസ്ഥകളും ഋതുഭേദങ്ങളും കാലങ്ങളും മാറിയാലും ആ വ്യക്തി എന്നെന്നും നിലനിൽക്കും. ആ വ്യക്തിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കീർത്തി നിലനിൽക്കും. ആ വ്യക്തിയുടെ പിന്തുടർക്കാർക്കും നിങ്ങൾക്കും നിങ്ങളുടെ തലമുറക്കും ഊർജവും ആവേശവുമായി ആ വ്യക്തി എന്നും ഉണ്ടാവും. ആ വ്യക്തി ഭൂമിയിൽ ഇട്ടേക്കുന്ന വേരുകൾ നിങ്ങളെ എന്നെന്നും സമൃദ്ധിയോടെ നിലനിർത്തും. ആ വ്യക്തി ഉള്ള കാലത്തും ആ വ്യക്തിയുടെ കാലം കഴിഞ്ഞും ഒക്കെ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവും. ഈശ്വരന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും വന്നു നിൽക്കും, നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട്. കാരണം അത്രയും അനുഗ്രഹീതനായ അനുഗ്രഹീതയായ ഒരു വ്യക്തിയായിരിക്കും അത്. നിറകുടുംബമായിരിക്കും ആ വ്യക്തി ഉള്ളിടത്തോളം കാലം.
വീടിൽ വെളിച്ചമായിട്ട് എന്നും ഉണ്ടാവും. ഭദ്രദീപം പോലെ, ഐശ്വര്യമുള്ള ഒരു ദീപം നാളം പോലെ എന്നെന്നും തെളിഞ്ഞു നിൽക്കുന്ന, ഇരുട്ടിൽ വഴി കാണിക്കുന്ന, മാർഗദർശനം കാണിക്കുന്ന ഒരു മനസ്സ്, ഒരു ശരീരം, ഒരു ചിന്ത, ഒരു കാരുണ്യമൊക്കെയാണ് ആ വ്യക്തി. എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. സ്നേഹം മാത്രം നൽകുന്നു. വിദ്വേഷമില്ല, വൈരാഗ്യങ്ങളില്ല, ഒന്നുമില്ല. സ്നേഹം മാത്രം. എല്ലാ സ്നേഹവും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അസൂയ തോന്നും. എല്ലാവരും സ്നേഹിക്കാനുള്ള എനിക്ക് മാത്രം അവകാശപ്പെട്ട ആൾ. അത് പലതരത്തിലാണ്. നിങ്ങൾക്ക് മാത്രം സ്വന്തമാക്കാൻ ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കും. പക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കും ആ വ്യക്തിയെ. ഒരുപാട് പേര് പറയും നല്ല വ്യക്തിയാണ്, നല്ല വ്യക്തിയാണെന്ന് പറയും. അങ്ങനെ നിങ്ങൾ കണ്ടുമുട്ടാനിരിക്കുന്ന, ഇതിനകം തന്നെ നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്ന, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന, നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്കെന്നും കാരുണ്യമായി, തണലായി ഉണ്ടാകും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തി. ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായ വെളുത്ത പുഷ്പം. പൈലായി തിരഞ്ഞെടുത്തവരുടെ റീഡിംഗാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. വളരെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്നാലും തനിക്ക് മുന്നേറണമെന്നുള്ള ആർജവമുള്ളൊരു വ്യക്തിയാണ്. തൻ്റെ സ്വപ്നങ്ങൾ തൻ്റെ ഹൃദയത്തോട് എന്നെന്നും ചേർത്ത് വച്ച് ജീവിതത്തിൽ ഓരോ പഥവും കൃത്യതയോടെ പോയൊരു വ്യക്തി. കാത്തിരുന്നിട്ടുണ്ട്, കഷ്ടപ്പെട്ട് രാത്രികളിലും പകലുകളിലും വിജയത്തിന് വേണ്ടി നല്ല കഠിനാധ്വാനം ചെയ്യുന്നൊരു വ്യക്തി. അതിനിടയിൽ നിങ്ങളോട് ചിലപ്പോൾ സംസാരിക്കാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് കഷ്ടപ്പെട്ട് വീണ്ടും കഷ്ടപ്പെട്ട് വിജയത്തിലേക്ക് നയിച്ച് അങ്ങനെ ജീവിതത്തിൽ എപ്പോഴും കർമ്മനിരതനായിട്ടിരിക്കുന്നൊരു വ്യക്തി. എല്ലാവരുടെയും ശ്രദ്ധ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. പക്ഷെ പലപ്പോഴും മറ്റുള്ളവർ ആ വ്യക്തിയെ ബോധപൂർവ്വം അവഗണിക്കുന്നുണ്ട്. എത്ര നന്മ ചെയ്താലും മറ്റുള്ളവർ ആ വ്യക്തിയോട് അത്ര അങ്ങോട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുന്നു. ആ വ്യക്തിക്കാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് അംഗീകാരങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അംഗീകാരങ്ങൾ പലതും ലഭിക്കുന്നില്ല. തഴയുകയാണ് ബോധപൂർവം ചിലർ, അത്ര അങ്ങോട്ട് മുന്നോട്ട് പോകണ്ടെന്നും പറഞ്ഞു. പക്ഷെ മനസ്സിൽ വിഷമമുണ്ടെങ്കിലും പ്രവർത്തിക്കുകയാണ്. കഴിവുകൾ പലതും ഇതുവരെ വിജയപഥത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ മാനസികമായിട്ടുള്ള വിഷമമുണ്ട്. എനിക്ക് ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് നേടാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് വിജയിക്കാൻ കഴിയുന്നില്ലല്ലോ പൂർണ്ണമായി എൻ്റെ സ്വപ്നം അനുസരിച്ച്. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഇതൊന്നും പോരാ എന്നുള്ളൊരു ചിന്തയുണ്ട്. ആ വ്യക്തിയുടെ കഴിവിനനുസരിച്ച് കിട്ടിയിട്ടുമില്ല. നിങ്ങളൊരുപാട് സ്നേഹമാണ്, ഹൃദയത്തിലെപ്പോഴും നിങ്ങളെ കാത്തു വച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ചിത്രം കാണാം. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് ആ വ്യക്തിയുടെ ആഗ്രഹം. പലതും ചെയ്യാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വെറുപ്പ് തോന്നുമോ എന്നുള്ളൊരു ഭയമുണ്ട്. നല്ല വാഹനം മേടിക്കണം, നല്ല വീട് വെക്കണം, സ്ഥലം വാങ്ങിക്കണം, ജീവിതത്തിൽ ഓരോരോ സൗകര്യങ്ങൾ തയ്യാറാക്കണം, എല്ലാവരും ശ്രദ്ധിക്കപ്പെടണം, എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കണം, നല്ല നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം, ജീവിതം ആസ്വദിക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ദൃഢതയില്ലാത്ത ഹൃദയമൊന്നുമല്ല, നല്ല ദൃഢതയുള്ള ഹൃദയമാണ്. ഈശ്വരനെ കൃത്യമായി മനസ്സിൽ കുടിയിരുത്തുന്നുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ഈശ്വര എന്നെ രക്ഷിക്കണമേ, എനിക്ക് വിജയങ്ങൾ നൽകണമേ, നീ വിജയങ്ങൾ നൽകിയില്ലെങ്കിൽ ഞാൻ ഒരിടത്തും എത്തൂല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടുവാനുണ്ട്. ഒരുപാട് പേർ ബോധപൂർവം ഈ വ്യക്തിയെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. ആ വ്യക്തിയുടെ ഓരോ പ്രവർത്തനങ്ങളും അങ്ങനെ വിജയിക്കേണ്ട എന്ന് പറഞ്ഞ് തടയുന്നുണ്ട്. ഒരുപാട് ജോലികളും ഒരുപാട് സംരംഭങ്ങളും ആ വ്യക്തി നടത്തിയിട്ടും പൂർണ്ണമായൊരു വിജയത്തിലെത്തിയില്ല. പക്ഷേ നിങ്ങൾ നോക്കിക്കോളൂ, അടുത്ത ഘട്ടത്തിൽ വിജയമാണ്. ആ വ്യക്തി ഡയറക്ഷൻ മാറുന്നുണ്ട്. ആ വ്യക്തിയുടെ കരിയറും ആ വ്യക്തിയുടെ ബിസിനസ്സും ആ വ്യക്തി ഒരു പക്ഷേ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ചേക്കേറുകയോ അങ്ങനെ ഒരു കാര്യത്തിൽ ആ വ്യക്തി തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് വിജയമാണ്. ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടുകയും നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുകയും ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യും. അവഗണിക്കുന്നവർ ബോധപൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് നേടണ്ട, അങ്ങനെ അങ്ങോട്ട് വിജയിക്കണ്ട എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ വിജയം നിങ്ങൾക്കൊപ്പം എത്തും എന്നുള്ളത് ഒരു സംശയവുമില്ല. നിങ്ങളുടെ വ്യക്തിക്കൊപ്പം എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. പല സ്നേഹവും നിങ്ങളോട് തുറന്നു പറയുന്നില്ല. നിങ്ങളെ കിട്ടിയേ തീരൂ, നിങ്ങളെ ലഭിച്ചേ തീരൂ, നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള മനസ്സുള്ളപ്പോഴും
നിങ്ങളെ ഒന്ന് അറിഞ്ഞുകൊണ്ട് അവഗണിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അതായത് അത് കാണിക്കാൻ ശ്രമിക്കുന്നത് നീ എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതൊന്നുമല്ല, എനിക്ക് നിന്നെപ്പോലെ ഒരുപാട് പേരെ കിട്ടും ശ്രമിച്ചാൽ, നീ വരുന്നെങ്കിൽ വന്നോ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നോളൂ, എനിക്ക് നീ വന്നാലും വന്നില്ലെങ്കിലും ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളോട് പെരുമാറാൻ ശ്രമിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അഗാധമായ സ്നേഹമുണ്ട്. പക്ഷെ അംഗീകരിച്ചു കൊടുക്കാൻ ഭയം, കാരണം നിങ്ങൾ വന്നില്ലെങ്കിലോ എന്നുള്ള ചിന്ത. യഥാർത്ഥത്തിൽ നിങ്ങളോട് ഇഷ്ടമാണ്, പക്ഷെ ആ ഇഷ്ടം കാണിക്കുന്നതിൽ പോലും പിശക്ക് കാണിക്കുക. അങ്ങനെ അങ്ങോട്ട് ഇഷ്ടം കാണിച്ചാൽ എൻ്റെ വില പോകുമോ എന്നുള്ളൊരു സംശയം. എപ്പോഴും മറ്റുള്ളവർക്ക് മുമ്പിൽ താൻ വലിയ ആളാകണമെന്ന ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. തൻ്റെ പ്രഭ എല്ലാവരും അംഗീകരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ആൾ കുഴപ്പക്കാരനോ കുഴപ്പക്കാരിയോ ഒന്നുമല്ല. മനുഷ്യർ പലതരത്തിലല്ലേ. ലോകത്ത് എൻ്റേതായൊരു കഴിവും എൻ്റേതായൊരു പ്രാപ്തിയും ലോകത്തെ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ നിഷ്കളങ്കമായൊരു കുട്ടിയെപ്പോലുള്ളൊരു മനസ്സാണ്. ലോകത്തെ അധികം കാണുകയോ അധികം പക്വതയോ ഒന്നുമില്ല. അതുകൊണ്ട് പല തീരുമാനങ്ങളും പക്വതയില്ലാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നും. പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കും, വൈകാരികമായ പ്രതികരണങ്ങളുണ്ടാവും. ഒരു കാര്യം കിട്ടിയാൽ സന്തോഷം കൂടുതലായിട്ട് കാണിക്കും, ഒരു കാര്യം നഷ്ടപ്പെടുത്തിയാൽ വളരെയധികം ദുഃഖം കാണിക്കും. ചിലപ്പോൾ ഡെസ്പായി തളർന്നു പോകും, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, എനിക്കത് നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു. അങ്ങനെ ജീവിതത്തെ ഒരു നേടാനുദ്ദേശിച്ച പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്ത് അത് കിട്ടിയില്ലെങ്കിൽ താൻ പരാജയപ്പെടും, അത് കിട്ടിയാൽ താൻ പരാജയപ്പെടാം എന്നിത്യാദി ചിന്തകളുമായിട്ട് ജീവിക്കുന്ന ഒരാൾ, ഒരു പച്ച പാവം എന്നൊക്കെ നമുക്ക് പറയാം. നിഷ്കളങ്കമായ ഹൃദയമാണ്. പക്ഷെ കാഴ്ചയും കെട്ടും മട്ടൊക്കെ കണ്ടാൽ എന്നെ കഴിഞ്ഞിട്ട് വേറെ ആരും ഇല്ല എന്നുള്ള ചിന്തയുള്ള വ്യക്തിയാണോ എന്നൊക്കെ ചിന്തിക്കും. ആളെ കാണുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കും. പക്ഷെ വരുന്ന ചിന്തയും വാക്കുകളൊന്നും അത്രയും പക്വതയുള്ളതോ വിവരമുള്ളതോ ഒന്നും ആകണമെന്നില്ല. കാഴ്ചയിൽ ആൾ ഭയങ്കര സ്മാർട്ടായിട്ട് സ്ത്രീ ആയാലും പുരുഷനായാലും തോന്നും. പക്ഷേ ഉള്ള് പാവമാണ്, നിഷ്കളങ്കതയാണ്. നമ്മളില്ലാതെ പറ്റില്ല. കാര്യം പറയും, നിങ്ങളിങ്ങോട്ട് പോരും, ഞാൻ നയിച്ചേക്കാം എന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മനസ്സില്ല. ചില ആളുകളുണ്ടല്ലോ, നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇവർ ഭയങ്കര ദൃഢതയുള്ള വ്യക്തികളാണ്, ഇവർ ഏത് പ്രശ്നത്തെയും നന്നായിട്ട് തരണം ചെയ്യും. അങ്ങനെയൊന്നുമില്ല. പ്രശ്നം വന്ന് നേരെ നിങ്ങളുടെ അടുത്തേക്ക് ഓടിക്കൂടും, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയും. ഒരു കൃത്യമായ ഉപദേശം പോലും സ്വയമേവ ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകളാണ്. പലപ്പോഴും നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആളായിട്ട് മാറും ജീവിതത്തിൽ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു വ്യക്തിയെ കിട്ടാൻ പോകുന്നു. നിങ്ങൾ കുറച്ചും കൂടിയും കാര്യഗൗരവത്തോടുകൂടി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ആളത്ര കാര്യഗൗരവത്തോടുകൂടി ചിന്തിക്കുന്ന ആളല്ല. കാരണം നിങ്ങൾ രണ്ടുപേരും കാര്യഗൗരവത്തോടുകൂടി ചിന്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ ഒരു സ്പ്ലിറ്റ് വരും. രണ്ടുപേർക്കും ആശയങ്ങളുണ്ട്, ഈ ആശയങ്ങൾ തമ്മിൽ തട്ടി വലിയ പ്രശ്നങ്ങളാവും. പക്ഷെ ഒരാൾ കൂടുതൽ ആശയങ്ങളും ഉപായങ്ങളും പക്വതയും ജീവിതത്തെ കണ്ട പരിചയവും ഒക്കെ ഉള്ള ആളും മറ്റേയാൾ അത്ര ആ കാര്യത്തിൽ ഇത്തിരി പിന്നോട്ടുള്ള ആളും, എന്നാൽ സ്വപ്നങ്ങൾ കാണുന്നതിനും ടാർഗറ്റ് ചെയ്യുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും കഠിനാധ്വാനം ചെയ്യുന്നതിനും അധികാരങ്ങൾ ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതിനും പ്രവർത്തന നിരതനൊക്കെ ആയിട്ട് പോകാനായിട്ട് ശേഷിയുള്ളവരായാൽ കൂടുതൽ ഇത് വരും. അതുതന്നെയാണ് കാണുന്നത്. മാത്രമല്ല ജീവിതാനുഭവങ്ങൾ കുറവാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അധികം നേരിട്ടിട്ടില്ല. നിങ്ങളുടെ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ജീവിതത്തിലൊരു ഒരു യന്ത്രത്തിൽ നിന്നൊരു ഉൽപ്പന്നം ഇങ്ങനെ ഉണ്ടായി പെട്ടെന്ന് വരുന്ന പോലെ, വൻകിട ഉൽപ്പാദനത്തിൽ ഒരു യന്ത്രത്തിൽ നിന്നും നിമിഷങ്ങൾക്കുള്ളിൽ കുറേ ഉൽപ്പന്നങ്ങൾ അടിച്ചിറക്കി വരുന്നതുപോലെ, എണ്ണിച്ചുട്ട അപ്പം എന്നൊക്കെ പറയുന്നത് പോലെ, അതുപോലെ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ജീവിതത്തിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കളൊക്കെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയായിരിക്കും ആ വ്യക്തിയെ വളർത്തിയേക്കുന്നത്. അല്ലെങ്കിൽ ചെറുപ്പകാലത്തും ബാല്യത്തിലും മധ്യത്തിലും ഒക്കെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല. എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ റെഡിമെയ്ഡായിട്ട് നടന്നു. അങ്ങനെ റെഡിമെയ്ഡായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിന് ഘനം കുറവായിപ്പോയി, മനസ്സിന് ആത്മബലം കുറഞ്ഞു പോയി. നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയല്ല. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച് അവഗണനകളും ചവിട്ടിത്താഴ്ത്തലുകളും എല്ലാം കണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ദൃഢമായി. ഈ ചവിട്ടിത്താഴ്ത്തുന്നവരും അവഗണിക്കുന്നവരുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയ വിജയശില്പികൾ. നിങ്ങൾക്കൊരാൾ ഒരു സാധനം നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു അയാളാണ് നിങ്ങളെ രക്ഷപ്പെടുന്നത്. എല്ലാ കാര്യവും നിങ്ങളുടെ വായിൽ വെച്ച് നൽകുന്ന ആളുകളാണെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. അവർ സ്നേഹം കൊണ്ട് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ വെറുപ്പ് കൊണ്ടല്ല. പക്ഷെ നിങ്ങളെ ഒരു കഴിവില്ലാത്തവനോ ഒക്കെ ആക്കി മാറ്റുവാനാണ് അത് ആകുന്നത്. ആത്യന്തികമായിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പക്ഷേ നിങ്ങളെ അവഗണിക്കുന്നവരോട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹം കാണിക്കണം. ഒരാൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ
നിങ്ങൾ ആ വ്യക്തിയോട് കൃത്യമായി ഒരു മത്സരം വരികയാണ്. എന്നെ നിങ്ങൾ അവഗണിച്ചോ, എങ്കിൽ ഞാനിത് എൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അതിനെ മറികടക്കുന്നു. അതായത് ആ ആൾ നമ്മൾ അവഗണിച്ചതിൻ്റെ 2 ഇരട്ടി ബലത്തിൽ നമ്മൾ ആ ആളെ മറികടക്കാൻ ശ്രമിക്കുന്നു. ആ ആളുടെ ഉയരത്തിൻ്റെ ഡബിൾ ഉയരത്തിൽ നാം ചാടി അപ്പുറത്തേക്ക് കിടക്കും. ആ പ്രതിസന്ധിയെ നമ്മൾ മറികടക്കും. ഇനി ഒരാൾ നമ്മളെ സ്നേഹിക്കുകയാണ്, നീ ഒന്നും അറിയണ്ട, ഇതാ പിടിച്ചോ, നിനക്ക് ഞാനുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ പകുതിയാകുകയാണ്. ഒന്നാമത് ആ വ്യക്തിയോട് നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും, വിധേയയാകും. മറ്റതങ്ങനെയല്ല. നിങ്ങളിപ്പോൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ, ജീവിതത്തിലെ അനുഭവങ്ങളും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സ് തളരരുത്. നിങ്ങൾ ലോകത്ത് എവിടെ നിന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തികളാണെങ്കിലും, എനിക്ക് കൂടി വേണ്ടിയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാനിതെല്ലാം കാണാപ്പാഠം പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഹൃദയം തുറന്ന് നിങ്ങളോട് ഓരോ പൈലുകൾക്കനുസൃതമായി പറയുന്നതല്ലാതെ അതിലപ്പുറത്തേക്കൊരു വിവരം എനിക്കും ഇല്ല, അല്ലെങ്കിൽ അത്തരം ഒരു ചിന്ത എനിക്ക് പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോഴാണ് യഥാർത്ഥ വസ്തുതയെക്കുറിച്ച് നിങ്ങൾ അറിയുന്നത്. മനുഷ്യരെല്ലാവരും അങ്ങനെയാണ്. ഞാനും പ്രതിസന്ധികളിലൊക്കെ തളരും. പക്ഷേ ഈ വീഡിയോകൾ ചെയ്ത് എനിക്ക് സ്വന്തമായിട്ടൊരു ആത്മബലം കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. സത്യം, ഈ വീഡിയോകൾ ചെയ്യുമ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ അതിൽ എല്ലാം പഠിച്ച് ഇത് മനസ്സിലാക്കിയ ഒരാളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചിലർക്കിത് കേൾക്കുമ്പോൾ തന്നെ വിശ്വാസം ഉണ്ടാവില്ല, ഇതൊരു തട്ടിപ്പ് പരിപാടിയാണെന്നൊക്കെ ചിലർ തീരുമാനിച്ചേക്കാം, സംസാരിച്ചേക്കാം, ചിലർ കരുതിയേക്കാം. ഇത് വെറുതെ യൂട്യൂബിൽ കുറേ റീച്ച് കിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെയോ പറയുന്നതാണെന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഈ പറയുന്നത് എനിക്കല്ലാത്തപ്പോൾ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒഴുക്കോടെ സംസാരിക്കുന്നു, കാരണം ഞാനതിലേക്ക് മനസ്സ് വെച്ചുകൊണ്ടാണ് ഓരോ പൈലുകളും അതിൻ്റെ കാര്യങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഞാനിത് മറന്നു പോവുകയാണ്. പിന്നീട് ഈ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ ഇത്രയൊക്കെ എങ്ങനെ സംസാരിച്ചു എന്ന് എനിക്ക് അത്ഭുതപ്പെടുന്നത്. ഇത് സത്യമാണ്. ഓരോ വീഡിയോകളും ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തത് ഞാൻ തന്നെ അത്ഭുതത്തോടെ കേട്ടിരുന്നിട്ടുണ്ട്. ഇതെങ്ങനെ പറയാൻ കഴിയും? എനിക്ക് ഈ പറയുന്നതല്ലാതെ പിന്നീട് പറയാൻ കഴിയില്ല. ഒരു കവിത എഴുതുന്നത് പോലെ, ഒരു കഥ എഴുതുന്നത് പോലെ, ഒരു ആർട്ട് വർക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായൊരു കാര്യം ചെയ്തതിന് ശേഷം ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ ഭാവനയോ അല്ലെങ്കിൽ ആ ചിന്തയോ ഒരിക്കൽ പോലും വരില്ല. അതറിയാവുന്നവർക്ക് അതറിയാൻ കഴിയും. എല്ലാവരും ഇന്നൊരു കാര്യം തന്നെ പറയണം. ഇപ്പോൾ ഒരു ഫയൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വന്നിട്ട് ഇതേ എഴുതി വെച്ചല്ല ഇത് പറയുന്നത്, ഇതിന് ഒരു തിരക്കഥയും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. ഇതങ്ങനെ ഉണ്ടാവുന്നതാണ്. ചിലരുടെ കമൻറ്റുകൾ കാണുമ്പോൾ, വളരെ പോസിറ്റീവായിട്ട് കാണുമ്പോൾ ഒന്നിനും മറുപടി ഞാൻ അയക്കാറില്ല. കാരണം മറുപടി അയക്കാൻ പോലും ഞാൻ ആളല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതൊക്കെ അവരുടെ ജീവിതത്തിലാണ്. ഈ വാക്കുകൾ എൻ്റേത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കങ്ങനെ തോന്നി, ഞാൻ അത് പറഞ്ഞു. ഞാനും അത്ഭുതപ്പെടുകയാണ് ആ വാക്കുകൾ കേട്ടിട്ട്. നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ളതുണ്ടാവാം, പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളുണ്ടാകാം. ഇതൊക്കെ ഞാൻ വായിക്കാറുണ്ട്. പക്ഷേ ഞാൻ തന്നെ അതിനെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയും ആളുകൾ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെയും ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് പല സാഹചര്യത്തിലും ഈ പറഞ്ഞതിൻ്റെ ഊർജ്ജം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നിരാശകൾ ഉണ്ടാകുമ്പോൾ, എല്ലാവരുടെയും ജീവിതം, ആരും ഒന്നിൽ നിന്നും സംരക്ഷിതരോ ഒന്നും അടിച്ചേൽക്കാനോ വിധിക്കപ്പെട്ടവരൊന്നുമല്ല. ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും എനിക്കും ഇത് പ്രചോദനമാവുന്നൊരു ചില വാക്കുകൾ. കാരണം ഈ വാക്കുകളൊന്നും എൻ്റേത് മാത്രമല്ല, ഇത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ഫയലുകളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, കൃത്യമായി ജീവിതത്തിൽ രക്ഷപ്പെടണം, കൃത്യമായി നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഈ അവഗണനകൾ ഉണ്ടാകുമ്പോൾ ഈ രണ്ടാമത്തെ ഫയലുകാരെ പോലുള്ള വ്യക്തികൾക്ക് മാനസികമായിട്ട് ഒരുപാട് തളർച്ച ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വ്യക്തി അങ്ങനെയുള്ളൊരു വ്യക്തിയാകാം. അപ്പോൾ നിങ്ങൾക്കായ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും, അവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാവിയിൽ നിങ്ങൾ കണ്ടുമുട്ടാനിരിക്കുന്ന വ്യക്തി അങ്ങനെയാണ്. പക്ഷേ രണ്ടാമത്തെ ഫയലുകാർ കൂടുതൽ കമ്മിറ്റഡ് ആയിരിക്കും. കാരണം ആദ്യമൊക്കെ ഞാൻ വലിയ ആളാണെന്നൊക്കെ പറയും, വരികയൊക്കെ ചെയ്യുമെങ്കിലും പിന്നീട് നിങ്ങളിലേക്ക് പൂർണ്ണമായി ഒതുങ്ങുകയും നിങ്ങൾ 100% ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായിട്ട് മാറും. എന്തിനും ഏതിനും നിങ്ങൾ വേണമെന്നുള്ള അവസ്ഥയിലേക്ക് വരും. കാരണം ആ വ്യക്തിക്ക്, നിങ്ങളുടെ രണ്ടാമത്തെ പലരുടെ വ്യക്തിക്ക് മാനസികമായ സപ്പോർട്ട് നൽകുന്നതിന് നിങ്ങൾക്ക് നിർണായകമായൊരു സ്വാധീനം ഉണ്ടായിരിക്കും. ആ വ്യക്തിയെ നേർവഴിക്ക് നയിക്കാനും ചീത്ത വഴിയിൽ നയിക്കാനൊക്കെ നിങ്ങളിലേക്ക്
നിങ്ങൾക്ക് സാധിക്കും. ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ നിങ്ങളെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. ഏതായാലും എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെ വിലപ്പെട്ടതാണ്. ഒന്നിനും മറുപടി അയക്കുന്നില്ലെങ്കിലും എല്ലാം വിലയിരുത്തുകയാണ്. കാരണം നമ്മളുമായി നിങ്ങളും ഞാനും തമ്മിലുള്ളൊരു പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ പോസിറ്റീവായി നിങ്ങളുമായി പങ്കുവെക്കുന്നു. നിങ്ങൾക്കത് ഊർജ്ജമാകട്ടെ, നിങ്ങൾക്കത് പ്രചോദനമാകട്ടെ, പോസിറ്റീവായിട്ട് പോകട്ടെ. ഒരു പ്രതിസന്ധിയിലും തളരാത്ത ഊർജ്ജമുള്ളൊരു ഹൃദയവുമായി മനസ്സുമായി നിങ്ങൾ പോകട്ടെ. നിങ്ങളെ സ്നേഹിക്കുന്നവരെയും നിങ്ങളെ സഹായിക്കുന്നവരെയും നിങ്ങൾക്കൊപ്പമുള്ളവർക്കുമായി വിജയങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഈശ്വര ചിന്തയിൽ അധിഷ്ഠിതമായി, എല്ലാത്തിനും ഉപരി ഈശ്വര ചിന്തയാണ്, അതിൽ അധിഷ്ഠിതമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക.